ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ അത് കാണുന്നത് മുണ്ടേരി പുഴയാണ്. ഈ ഹൗസ് വാമിങ്ങിൻ്റെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ വിശിഷ്ട അതിഥിയായി കണക്കാക്കേണ്ടുന്ന വ്യക്തിയാണ് ദ ഗവർണർ ഓഫ് പോണ്ടിച്ചേരി കൈലാസനാഥൻ അവർകളാണ് ഈ ഹൗസ് വാമിങ്ങിൻ്റെ വിശിഷ്ടാതിഥി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ പുറമേയുള്ള കാഴ്ച. 3 നിലയുള്ള അതിമനോഹരമായ വീടാണിത്. 3 നിലയിലേക്കും ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാമം നമുക്ക് സാധിക്കുന്നതാണ്. അകലെ കാണുന്ന മുണ്ടേരി പുഴ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാധവേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ വീടിൻ്റെ ഘടന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീടിൻ്റെ എൻജിനീയർ, സൈറ്റ് എൻജിനീയർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ബാല്യകാല ഗുരുനാഥനായ ഷനിയേട്ടൻ ഇവിടെയുണ്ട്. ഇവർ രണ്ടുപേരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ഹായ്, ഞാൻ പി എൻ മോഹനൻ, സേജ് ഗ്രൂപ്പ് ആർക്കിടെക്ട്സ്. ഈ ബിൽഡിങ്ങിൻ്റെ ഇത് കെ മാധവൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ വീടാണ്. ഈ കെ മാധവൻ സാർ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ചെന്നൈ ബേസ്ഡാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ കുടിക്കുമായിട്ട് എച്ചൂർ എന്നുള്ള ഒരു ഏരിയയാണ് ശരിക്കും ഈ അദ്ദേഹത്തിൻ്റെ തറവാട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് സ്വന്തം തറവാടിനോട് ചേർന്ന് വേണമെന്ന് വലിയൊരു ആഗ്രഹം പുള്ളി എന്നോട് എൻ്റെ അടുത്ത് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെന്നൈയിൽ വലിയ വീടുണ്ട്. അപ്പോൾ ഒരു വീടിൻ്റെ അത്യാവശ്യം നല്ല അതിലുപരിയായിട്ട് നമ്മുടെ ഈ നാടിനോടുള്ളൊരു സ്നേഹം എന്ന് വെച്ചാൽ ജനിച്ച സ്ഥലത്ത് ഒരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിനും 2 മക്കളാണ്. അപ്പോൾ ഈ മക്കൾക്ക് ഇപ്പോൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 3 ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെയുള്ള വീടും മുകളിൽ 2 വീടായിട്ട് വെച്ചാൽ മക്കൾക്ക് സെപ്പറേറ്റ് പ്രൈവസിയോട് കൂടി ഉപയോഗിക്കാവുന്ന സൗകര്യമാണ്. അപ്പോൾ ആ പ്രൈവസി നിലനിർത്തിക്കൊണ്ടൊരു ഡിസൈൻ ചെയ്ത് നിർമ്മിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതനുസരിച്ചാണ് ഞാൻ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് കാണാം 2 മെയിൻ ഡോറുണ്ട്. അപ്പോൾ അത് ഒരു ഡോറ് തുറന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഡോർ തുറന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ വീട്ടിലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്കും പോകാം. പക്ഷേ ഈ ഫസ്റ്റ് ഫ്ലോറിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയാകുമ്പോൾ അവരുടെ പ്രൈവസി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് മുകളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് പ്രോക്സിമിറ്റി ഉണ്ട് 2 നിലയായിട്ട്. അതോടൊപ്പം തന്നെ അവർക്ക് മുകളിൽ 2 വീട് എന്ന് പറയുമ്പോൾ കിച്ചണും ഡൈനിങ് റൂമും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ സൗകര്യത്തോടു കൂടിയാണ് മുകളിൽ ശരിക്കും ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഫ്ലാറ്റ് പോലെ തന്നെയാണെങ്കിലും ആ കൺസെപ്റ്റിനൊരു വ്യത്യാസമുണ്ട്. ഒരു ഫാമിലിയിൽ നമ്മൾ ഈ പറമ്പിൽ 50 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 50 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു 2 വീട് 3 വീട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളെ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റളവിലുള്ള ഏരിയയും അല്ലെങ്കിൽ ബാക്കി സ്ഥലവും ഒക്കെ മിക്കവാറും പീസായി. അപ്പോൾ അതിനൊക്കെ വളരെ നല്ലൊരു കൺസെപ്റ്റായിരുന്നു അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വീടുണ്ടായി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മക്കൾക്ക് എപ്പോഴും വരാം. കാരണം മക്കളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്നവരല്ല, ബിസിനസ്സുകാരല്ല. അവർ പുറത്ത് നിന്ന് വരുന്നതായിരിക്കും, പല സ്ഥലത്താണ് അവരൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും മക്കൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വരാം. അവർക്ക് ഡോർ കൊടുക്കുക, അവരുടെ സൗകര്യം അനുസരിച്ച് കിച്ചണിൽ പോകാം. അവർക്ക് ബെഡ്റൂമുണ്ട്, അവിടെ ഉപയോഗിക്കാം. 2 പേർക്ക് 2 മക്കൾക്കാണെങ്കിലും അങ്ങനെ ചെയ്യാം. എപ്പോഴും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഫാമിലി, അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ആ ഫാമിലിക്ക് അവർക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഒരു വീടിനകത്ത് എങ്ങനെയാണ് നമ്മുടെ അച്ഛനും അമ്മയും മക്കളും എങ്ങനെയാണ് അവർ ഒരു കുടുംബമായിട്ട് എൻജോയ് ചെയ്യണം, അതേപോലെ കിട്ടുകയും ചെയ്യും. പക്ഷേ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ ജനറേഷനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലും വേണ്ടത് അവരുടെ സ്വകാര്യത, അതിനകത്ത് മറ്റുള്ളവർ കൈകടത്താതിരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മുടെ ജനറേഷനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസൈനിലേക്ക് പോയത്, കൺസെപ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇവർക്ക് ഇത് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. പലപ്പോഴും നമ്മൾ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. ആ ഡിസൈൻ കണ്ടാൽ അതിന് മനസ്സിലാവില്ല. വീടുണ്ടാക്കി കഴിയുമ്പോൾ അവൻ്റെ ഉപയോഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൈവസിയുടെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റിയിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അത്ര ഒരു കാര്യമാണ്. ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയ വന്നതും ഒരു അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് ഈ ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഡിസൈനുകൾ ചെയ്യുന്നത് നല്ലതാണ്. സ്ഥലം നമ്മളിപ്പോൾ ഒരു 20 സെൻറ്റോ 30 സെൻറ്റോ സ്ഥലത്തുണ്ടെങ്കിൽ 2-3 പീസാക്കാതെ ഒരു വീട് ചെയ്യുക. ആ ഫാമിലി അതിനകത്ത് തന്നെ താമസിക്കുക. പക്ഷെ പലപ്പോഴും ഫാമിലി ഒന്നിച്ച് നമ്മൾ പറയാം, ഒരു കിച്ചൺ കല്യാണം കഴിച്ച് മക്കൾ പോയി കഴിയുമ്പോൾ അവരുടെ ഫാമിലി വരുമ്പോഴത്തേക്കും ഈ ഒരു കിച്ചൺ ഒരു ചെറിയ പ്രശ്നമാണ്.
കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കിച്ചണിൽ കല്യാണം കഴിച്ച കുട്ടികൾ വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ചെറിയ ചെറിയ കലഹങ്ങളിലേക്ക് പോകും. അപ്പൊ ശരിക്കും അടുക്കളയിൽ നിന്ന് ഈ കലഹങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു വലിയൊരു ഒരു മോചനം തന്നെ വരും. പക്ഷെ എത്ര പൈസയുള്ള ഫാമിലി ആണെങ്കിലും ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കുക, അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുക, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് സിനിമയ്ക്ക് പോകണമെങ്കിൽ പോവാം, തിരിച്ചു വരാം. കയറി ഷെയർ കയറി ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകാനാണ്. നമ്മുടെ സൈഡിലോട്ട് ഷെയർ ലിഫ്റ്റ് സ്റ്റെയർ കേസിന്റെ സ്പേസ് സ്റ്റെയർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് അവിടെ ഡെവലപ്പ് ആവുമല്ലോ. അപ്പോൾ ആ സ്പേസിലാണ് ലിഫ്റ്റ് കൊടുത്തത്. ലിഫ്റ്റിന് ഫാമിലി, അപ്പോൾ ഫാമിലി സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 2 വീടാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലെ വീടുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പ്രോക്സിമിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. അതാണ് ഇത് ഹൈ സീലിംഗ് ഓപ്പണിംഗ് ആണ്. ഇത് താഴത്തെ ലിവിംഗ് റൂമായിട്ട് ഇവിടുന്ന് നമുക്കൊരു പ്രോക്സിമിറ്റി കമ്മ്യൂണിക്കേഷൻ പ്രശ്നമില്ല, കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇവിടെ രണ്ട് ബസ്സായിട്ടാണ് രണ്ട് പിന്നെ 2 പേർക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കോമൺ സിറ്റ് ഔട്ട് കോമൺ സിറ്റ് ഔട്ടും വരാന്തകൾ, സ്റ്റുഡിയോ വരാന്തകളൊക്കെ ഉണ്ട്. അതിൽ ഒരു വീടാണ് ഇത്. ഇതിനകത്ത് 2 ബെഡ്റൂം, ഡൈനിങ് ഹാളും കിച്ചണും. ഇതൊരു വീടായിട്ടുണ്ടല്ലേ? വീട് തന്നെ. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 വീട്ടിൽ ഒരു വീട്, ശരിക്കും 2 ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീട്. അതിന്റെ കിച്ചണാണ്. കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത സാധാരണ നമുക്ക് വീട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഡൈനിങ് റൂം, ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇതല്ല. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു വീടിന്റെ കോൺസെപ്റ്റില് ഇതിന് നമുക്ക് ഇപ്പൊ ഒരു ഫാമിലിക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സ്വിമ്മിംഗ് പൂള് ബാക്കി നമ്മൾ കൊടുത്തത്. അപ്പൊ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് നമുക്ക് ഈ സ്റ്റെയർ ഉപയോഗിക്കും. 2 വീട്ടിലുള്ളവർക്കും സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനായിട്ട് സ്റ്റെയർ കേസ്, പുറത്ത് സ്റ്റെയർ കേസ് എക്സ്ട്രാ ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ നമുക്ക് ഒരു ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോകാനായിട്ട് പ്രൈവസി കിട്ടുന്ന തരത്തിൽ തന്നെ നമ്മൾ അത് ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ്. അപ്പോൾ ഒരു 2 വർഷത്തെ വീട്ടിൽ ഒരു വീട്ടിൽ അവിടെ ഇങ്ങോട്ടേക്ക് കിച്ചൻ്റെ വാതിൽ പറഞ്ഞാൽ വിടാൻ ഇതിൻ്റെ കിച്ചൻ്റെ വർക്ക് അപ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ പെട്ടെന്ന് നമ്മളൊരു എക്സാജറേഷൻ എന്നല്ല. ഇപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ചെയ്തുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ വലിയൊരു സംഭവം എന്നല്ല. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ സ്വിമ്മിംഗ് ആണ്. ആ സ്വിമ്മിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് ഇല്ലാത്തതാണ്. അത് എക്സസൈസ് ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് 99% എക്സസൈസ് ബോഡിക്ക് ഇത് കിട്ടുന്ന സംഭവമാണ്. കാരണം ഫസ്റ്റ് ഫ്ലോറിലുള്ള 1ാമത്തെ വീടിന്റെ 2ാമത്തെ ബെഡ്റൂം, ലെഫ്റ്റ് സൈഡിലുള്ള വീടിന്റെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ ആ ബെഡ്റൂമിനുള്ള റിക്വയർമെന്റ്സ് എല്ലാം അതിനകത്ത് ഫ്ലവേഴ്സ് ബാംഗ്ലൂർ ഫ്ലവേഴ്സ് ആണ്. വർക്കേരിയ വഴി പുറത്തേക്ക് ഇറങ്ങാം. അതിൽ വന്നാൽ കിച്ചണ് പുറത്തേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി അനുസരിച്ച് ഫാമിലിയായിട്ടുള്ള ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്ക് പ്രൈവസി കിട്ടാവുന്ന സംവിധാനമാണ് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂം. എന്ന് പറഞ്ഞാൽ സിംഗിൾ ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഗസ്റ്റ് ബെഡ്റൂം. Continuity is there, let it be there.
ഹായ് യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു.